ഈ പാർക്കിൽ നടക്കാൻ വരുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ വായ്ത്താളം അടിക്കാൻ എനിക്ക് തോന്നും കേട്ടോ. ഭയങ്കര ടെൻഡൻസി എനിക്ക് സംസാരിക്കാൻ. അപ്പോൾ ഇന്നത്തെ വിഷയം എന്താണെന്ന് വെച്ചാലേ, കഴിഞ്ഞ ദിവസം എന്നെ ഒരു ചേട്ടൻ, എനിക്ക് പരിചയമുള്ള ഒരു ചേട്ടൻ നാട്ടിൽ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു, സുധി ഇതുപോലൊക്കെ മോളെ ബാംഗ്ലൂർ പഠിപ്പിക്കാൻ വിട്ടാലോ എന്ന് ആലോചനയുണ്ട്. അപ്പോൾ വിട്ട് കഴിഞ്ഞാൽ എന്തെങ്കിലും കുഴപ്പത്തിൽ പോയി ചാടുമോ എന്നൊക്കെയുള്ള ഒരു പേടിയുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, മോളെ പഠിപ്പിക്കാൻ ഇവിടെ വിടുന്നതിന് എന്താ പേടിയെന്ന് ചോദിച്ചു. ഇഷ്ടംപോലെ ന്യൂസുകൾ കാണുന്നുണ്ട്, ഡ്രഗ് യൂസ് ചെയ്തു, അതേപോലെ തന്നെ പിള്ളേരൊക്കെ ലഹരിക്ക് അടിമപ്പെട്ടിട്ട് കേസിലകപ്പെട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് ന്യൂസുകളിലൊക്കെ ഇങ്ങനെ കാണാറുണ്ടെന്ന് പറഞ്ഞു. മോളെ പഠിപ്പിക്കാൻ ഇവിടെ വിട്ട് കഴിഞ്ഞാൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നത്തിൽ പോയി ചാടുമോ എന്നൊക്കെയുള്ളൊരു പേടിയുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു, നിങ്ങളുടെ മോള് ഡ്രഗ് യൂസ് ചെയ്യുമോ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, അവള് അതൊന്നും യൂസ് ചെയ്യുന്ന ആളൊന്നും അല്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു, അവളെ ആരെങ്കിലും നിർബന്ധിച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ യൂസ് ചെയ്യുമോ? അപ്പോൾ പറഞ്ഞു അതും ഇല്ലെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു, പിന്നെന്താ പേടി? ഇത് യൂസ് ചെയ്യുന്ന ആളല്ല, അതേപോലെ തന്നെ നിർബന്ധിച്ചാലും ഇത് യൂസ് ചെയ്യത്തില്ല. അവൾക്കറിയാം അത് തെറ്റാണെന്നുള്ളത് അറിയാം. പിന്നെ അവളെ പഠിപ്പിക്കാൻ വിട്ടാൽ എന്താ പ്രശ്നം എന്ന് വെച്ചു. ന്യൂസിലൊക്കെ ഓരോരോ കേസുകൾ, ബാംഗ്ലൂർ റിലേറ്റഡ് കേസുകൾ വരുന്ന സമയത്ത് ബാംഗ്ലൂർ മക്കളെ പഠിപ്പിക്കാൻ വിടുന്ന പാരൻസിന് ഒരു പേടിയുണ്ടാവും. മക്കളെ പഠിപ്പിക്കാൻ വിട്ട് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നത്തിൽ പോയി ചാടുവോ ഇല്ലയോ എന്നൊക്കെയുള്ളൊരു പേടിയുണ്ടാവും. അങ്ങനെയുള്ളവരോട് പറയാനുള്ളത്, നിങ്ങളുടെ മക്കളെ നിങ്ങൾക്ക് വിശ്വാസം ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ പഠിപ്പിക്കാൻ വിടാതിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം ഈ ബാംഗ്ലൂരിൽ നിന്നല്ല, പിഴയ്ക്കേണ്ട പിള്ളേർ, അതാണാണേലും ശരി പെണ്ണാണേലും ശരി, എവിടാണേലും പിഴയ്ക്കും. എനിക്ക് എൻ്റെ ഫ്യൂച്ചർ കരിയർ സെറ്റ് ചെയ്യണം, അല്ലെങ്കിൽ എൻ്റെ ഫ്യൂച്ചർ സെറ്റ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹത്തിൽ വരുന്ന കുറേ പിള്ളേരുണ്ട്. അപ്പം അങ്ങനെയുള്ളവരൊക്കെ ഇങ്ങനെയുള്ള പ്രശ്നത്തിലൊന്നും പോയി ചാടാതെ മര്യാദയ്ക്ക് പഠിച്ച് അവരുടെ ഫ്യൂച്ചർ സെറ്റ് ചെയ്യുന്നുണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ ബാംഗ്ലൂർ ജോലി ചെയ്ത് ജീവിക്കുന്നവരിൽ ഒരു 40% ആൾക്കാർ ബാംഗ്ലൂർ പഠിച്ചിട്ട് അവരുടെ ഫ്യൂച്ചർ സെറ്റ് ചെയ്ത ആൾക്കാരാണ്. ഈ ട്രക്കൊക്കെ എടുത്തിട്ട് അണ്ണാക്കിൽ കുത്തിക്കയറ്റിയിട്ട് കഴിക്കടി എന്നൊന്നും ആരും പറയത്തില്ല, ആരും നിർബന്ധിക്കത്തില്ല. ഇതിങ്ങനെയുള്ള ഫ്രണ്ട്സ് സർക്കിളിൽ പോയി പെടുമ്പോഴാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത്. ഇപ്പോൾ ഒരു 10 പേരടങ്ങുന്ന ഒരു ഗ്യാങ് ആണെന്നുണ്ടെങ്കിൽ, ആ ഗ്യാങ്ങിൽ ഒരുത്തൻ ഡ്രഗ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 10 പേരും പെടും. അപ്പം അങ്ങനെയുള്ള ഗ്യാങ്ങിൽ പോകാതിരിക്കുക എന്നുള്ളതാണ് മെയിനായിട്ട് വരുന്ന പിള്ളേർ ചിന്തിക്കേണ്ടത്. അല്ലാതെ ഇപ്പോൾ എൻ്റെ മോള് യൂസ് ചെയ്യുന്നില്ല, എൻ്റെ മകൻ യൂസ് ചെയ്യുന്നില്ല, അവനെ പെടുത്തിയതാണെന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഈ ഫ്രണ്ട് സർക്കിള് ഇപ്പം +2 കഴിഞ്ഞ പിള്ളേരൊക്കെ ഇവിടെ വരുന്ന സമയത്ത് നാട്ടിലൊരു ഫ്രീഡം ഇല്ലാതായിരിക്കും ഇങ്ങോട്ട് വരുന്നത്. ഇവിടെ ആണെങ്കിൽ നല്ല ഫ്രീഡവും. അപ്പോൾ ഈ ഫ്രണ്ട്ഷിപ്പ്, ഏത് ഫ്രണ്ട്ഷിപ്പാണ് നല്ലത് ഏതാണ് മോശം എന്നൊന്നും അവർക്ക് തിരിച്ചറിയാനുള്ള ചിലപ്പോൾ കഴിവ് കാണത്തില്ല.